മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 6.49 ലക്ഷം പേരാണ് ഇതിൽ മരിച്ചവരായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6.45 ലക്ഷം പേരെയാണ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള കരട് വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 24 ലക്ഷത്തോളം പേർ പട്ടികയിൽ നിന്ന് പുറത്തായെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. 6.49 ലക്ഷം പേർ ഇതിൽ മരിച്ചവരാണ്. കൂടാതെ 6.45 ലക്ഷം പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും വോട്ടർ പട്ടിക സൂചിപ്പിക്കുന്നുണ്ട്. SIR-മായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 24 ലക്ഷത്തോളം പേർ ഈ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. 2,54,4,252 പേരാണ് ഇത്തരത്തിൽ ഫോം പൂരിപ്പിച്ച് നൽകിയത്. ഇതിൽ 24 ലക്ഷത്തോളം പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുള്ളതാണെന്നാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 24 ലക്ഷത്തോളം പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. ഈ പുറത്തായവരിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും SIR-ന്റെ കരട് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ 24,853 പേർ പട്ടികയ്ക്ക് പുറത്ത് എന്നതാണ് ലഭിക്കുന്ന വിവരം. 8.65% പേരെ ഒഴിവാക്കിയെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ കരട് പട്ടികയുടെ പകർപ്പ് പാർട്ടികൾക്ക് കൈമാറിയിട്ടുണ്ട്. വളരെ നീണ്ട ഒരു കാലത്തെ ഒരു ശ്രമം തന്നെയാണ് ഈ SIR പട്ടികയുമായി ബന്ധപ്പെട്ട് ഉണ്ടായെന്നാണ് പറയേണ്ടത്. BLO-മാരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അല്ലെങ്കിൽ BLO-മാർ വഴിയാണ് ഈ രീതിയിലുള്ള പ്രവർത്തനം നടന്നത്. എന്യൂമറേഷൻ ഫോം വഴി വിവരങ്ങൾ ശേഖരിച്ച് ആ രീതിയിലാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഫോം കൊടുത്ത് ഫോം തിരികെ വാങ്ങി കൃത്യമായ വിവരങ്ങൾ ഏകീകരിച്ച ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചത്. വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായെന്നതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കരട് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ 24,853 പേർ പട്ടികയ്ക്ക് പുറത്ത് എന്നതാണ് 8,503 പേർ പട്ടികയ്ക്ക് പുറത്ത് എന്നതാണ് കാണേണ്ട ഒരു കാര്യം. 8.65% പേരെ ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് കാണുന്നത്. ഇതിൽ മരിച്ചവരുടെ എണ്ണമടക്കം ഉണ്ടായിരുന്നുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നതും കൂടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കരട് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 24,853 പേരാണ് പട്ടികയ്ക്ക് പുറത്തായിട്ടുള്ളത് എന്നതാണ് കാണേണ്ട കാര്യം. 8,503 പേർ പട്ടികയ്ക്ക് പുറത്തായിരിക്കുന്നു. അതിൽ 8.65% പേരെ ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് കാണുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നതെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൃത്യമായി രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം യോഗങ്ങൾ വിളിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ SIR ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചത് എന്നതും കൂടി ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നതും കൂടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പട്ടിക വന്നിട്ടുണ്ട്. അതിൽ പുറത്താക്കപ്പെട്ടവർ ഒരു മാസത്തിനുള്ളിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകാം. പുറത്താക്കപ്പെട്ടവർക്ക് ഒരു മാസത്തിനുള്ളിൽ ഇതിൽ പേര് നൽകാൻ, അതായത് പേര് ചേർക്കാനായി അപേക്ഷ നൽകാമെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ പുറത്താക്കിയവരിൽ 6.49 ലക്ഷം പേർ മരിച്ചവരാണ്. കൂടാതെ 6.45 ലക്ഷം പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ താമസം മാറിയത് അത് 6.45 പേരാണ്. ഒന്നിൽ കൂടുതൽ തവണ പേരുള്ളവർ 1.36 ലക്ഷം പേർ. അങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. കൂടാതെ ഇതിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് പേര് ചേർക്കാനുള്ള അവസരം കൂടി ഒരുങ്ങുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു മാസത്തിനകം പേര് ചേർക്കാൻ അപേക്ഷ നൽകാം എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. 8.21% ആളുകളാണ് താമസം മാറിയിട്ടുള്ളത് എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും
2,54,42,352 പേർ ഫോം പൂരിപ്പിച്ച് നൽകി എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വിവരം പ്രകാരം അറിയാൻ കഴിയുന്ന ഒരു കാര്യം. 24,08,503 പേർ പട്ടികയ്ക്ക് പുറത്തായിരിക്കുന്നു. ഈ പട്ടികയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. voters.eci.gov.in എന്ന വെബ്സൈറ്റിൽ ഇത് കാണാനും പരിശോധിക്കാനും കഴിയും എന്നതാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും SIRന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും കരട് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഈ പുറത്താക്കപ്പെട്ടവർക്കെല്ലാം തന്നെ ഇതിൽ ചേരാനുള്ള അവസരമെല്ലാം നൽകി, ഒരു മാസത്തിനകം പേര് ചേർക്കാനുള്ള അപേക്ഷ നൽകി, അവരെയും കൂടെ ചേർത്ത് അതിനുശേഷമാകും പട്ടിക പുറത്തിറക്കുക. എന്തായാലും കരട് പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം കൈമാറിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും 2,54,42,352 പേർ ഫോം പൂരിപ്പിച്ച് നൽകിയെന്നതാണ് കമ്മീഷൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്തായാലും പുറത്താക്കപ്പെട്ടവർക്ക് പേര് ചേർക്കാനുള്ള അവസരമുണ്ട് എന്നതും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. എന്തായാലും ആ രീതിയിലാണ് കണക്ക് വരുന്നത്. 24,08,503 പേർ പട്ടികയ്ക്ക് പുറത്തെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കി.